ലോഗോസ് ക്വിസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുവാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുവാനും ലോഗോസിന് പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2026 ലോഗോസ് ക്വിസിന്റെ പഠന ഭാഗമായി യോഹന്നാന്റെ സുവിശേഷത്തിലെ 8ാം അധ്യായത്തിനുള്ള പ്രധാനപ്പെട്ട 42 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. ഓരോ ചോദ്യത്തിന് ശേഷവും 4 ഓപ്ഷൻസും അതിനുശേഷം ശരി ഉത്തരവും നൽകിയിട്ടുണ്ട്. ഓപ്ഷൻസ് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കറിയുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പേരും നിങ്ങൾക്ക് കിട്ടിയ മാർക്കും നിങ്ങളുടെ സ്ഥലവും ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന അവസരമാക്കി നമുക്ക് മാറ്റാം. സ്നേഹമുള്ളവരെ, 2026 സെപ്റ്റംബർ 27 നടക്കുന്ന ലോഗോസ് ക്വിസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായി 100 പരീക്ഷകളടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 300 രൂപ അടച്ച് ഈ 100 പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും മെസ്സേജ് അയക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഗൂഗിൾ ഫോമിലാണ് പരീക്ഷ നടത്തപ്പെടുക. ഇതുവരെ കഴിഞ്ഞ പരീക്ഷയുടെ ലിങ്കുകളും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും. 1. അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിൽ വന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻസ്: എ ഗലീലിയിൽ നിന്ന്, ബി ബഥാനിയയിൽ നിന്ന്, സി ജെറുസലേമിൽ നിന്ന്, ഡി ഒലിവ് മലയിൽ നിന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒലിവ് മലയിൽ നിന്ന്. രണ്ടാമത്തെ ചോദ്യം: ദേവാലയത്തിൽ യേശു പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ നിയമജ്ഞരും ഫരിസേയരും ആരെയാണ് അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തിയത്? ഓപ്ഷൻസ്: എ ഒരു കുഷ്ഠരോഗിയെ, ബി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ, സി ഒരു അന്ധനെ, ഡി ഒരു നികുതി പിരിവുകാരനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ. മൂന്നാമത്തെ ചോദ്യം: യോഹന്നാൻ 8:5 സമാനമായ പഴയ നിയമഭാഗം ഏതാണ്? ഓപ്ഷൻസ്: എ ലേവ്യർ 20:10, ബി നിയമാവർത്തനം 19:15, സി നിയമാവർത്തനം 22:22, ഡി സംഖ്യ 5:11. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, നിയമാവർത്തനം 20:22. 4. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ എന്തു ചെയ്യണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എ കല്ലെറിയണമെന്ന്, ബി തടവിലാക്കണമെന്ന്, സി നഗരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന്, ഡി പിഴ ചുമത്തണമെന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കല്ലെറിയണമെന്ന്. അഞ്ചാമത്തെ ചോദ്യം: നീ എന്തു പറയുന്നു എന്ന ചോദ്യം കേട്ട് യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഓപ്ഷൻസ്: എ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ബി ജനങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു, സി കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു, ഡി ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ആറാമത്തെ ചോദ്യം: നിയമജ്ഞനും ഫരിസേയരും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ യേശു നിവർന്നു നിന്ന് എന്ത് മറുപടിയാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ അവളെ ഉടൻ പുറത്താക്കുക, ബി മോശയുടെ നിയമം അനുസരിക്കുക, സി അവളെ കല്ലെറിയുക, ഡി നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിങ്ങൾ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഏഴാമത്തെ ചോദ്യം: പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് യേശു വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഓപ്ഷൻസ്: എ അവൻ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, ബി അവൻ വീണ്ടും കുനിഞ്ഞു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു, സി അവൻ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോയി, ഡി അവൻ ആ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അവൻ വീണ്ടും കുനിഞ്ഞു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എട്ടാമത്തെ ചോദ്യം: മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു, ഒടുവിൽ ആരാണ് അവശേഷിച്ചത്? ഓപ്ഷൻസ്: എ യേശുവും ശിഷ്യന്മാരും, ബി ഫരിസേയരും സ്ത്രീയും, സി യേശുവും ആ സ്ത്രീയും, ഡി നിയമജ്ഞരും ഫരിസേയരും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, യേശുവും ആ സ്ത്രീയും. ഒമ്പതാമത്തെ ചോദ്യം: എല്ലാവരും സ്ഥലം വിട്ടപ്പോൾ യേശു ആ സ്ത്രീയോട് എന്താണ് ചോദിച്ചത്? ഓപ്ഷൻസ്: എ നീ എന്തിനാണ് ഇവിടെ വന്നത്, ബി നിന്റെ കുറ്റം എന്താണ്, സി നിന്നെ ആരാണ് കൊണ്ടുവന്നത്, ഡി സ്ത്രീയെ അവർ എവിടെ, ആരും നിന്നെ വിധിച്ചില്ലേ. ശരിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്ത്രീയെ അവർ എവിടെ, ആരും നിന്നെ വിധിച്ചില്ലേ.
10ാമത്തെ ചോദ്യം, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻസ്: എ യേശുവിന്റെ, ബി പത്രോസിന്റെ, സി ഫരിസേയരുടെ, ഡി നിയമജ്ഞരുടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, യേശുവിന്റെ. 11ാമത്തെ ചോദ്യം, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ നിഗമിക്കുന്നവർ ഒരിക്കലും ഡാഷ് നടക്കുകയില്ല. ഓപ്ഷൻസ്: എ മരണത്തിൽ, ബി ഭയത്തിൽ, സി അന്ധകാരത്തിൽ, ഡി പാപത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അന്ധകാരത്തിൽ. 12ാമത്തെ ചോദ്യം, ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ആരാണ് ഈ നിങ്ങൾ? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി യഹൂദർ, സി നിയമജ്ഞർ, ഡി ഫരിസേയർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫരിസേയർ. 13, ഞാൻ വിധിക്കുന്നുവെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്, കാരണമായി എന്താണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ ഞാൻ നിയമം അനുസരിക്കുന്നവനാണ്, ബി കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെയുണ്ട്, സി എല്ലാവരും എന്നെ വിശ്വസിക്കുന്നു, ഡി മോശ എന്നെ കുറിച്ച് സാക്ഷി നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. 14ാമത്തെ ചോദ്യം, രണ്ടുപേരുടെ സാക്ഷി സത്യമാണെന്ന് ഡാഷ് എഴുതിയിട്ടുണ്ടല്ലോ, പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ മോശയുടെ നിയമത്തിൽ, ബി പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ, സി നിങ്ങളുടെ നിയമത്തിൽ തന്നെ, ഡി ദൈവത്തിന്റെ വചനത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, നിങ്ങളുടെ നിയമത്തിൽ തന്നെ. 15, എന്നെ കുറിച്ച് ഞാൻ തന്നെ സാക്ഷി നൽകുന്നു, വേറെ ആരാണ് തന്നെ കുറിച്ച് സാക്ഷി നൽകുന്നതെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ പിതാവ്, ബി പരിശുദ്ധാത്മാവ്, സി മോശ, ഡി അബ്രഹാം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പിതാവ്. 16, യോഹന്നാൻ 8:17 സമാനമായ പഴയ നിയമവാക്യം ഏതാണ്? ഓപ്ഷൻസ്: എ നിയമാവർത്തനം 19:15, ബി ലേവ്യർ 20:10, സി സംഖ്യം 35:30, ഡി നിയമാവർത്തനം 17:6. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിയമാവർത്തനം 17:6. 17ാമത്തെ ചോദ്യം, ദേവാലയത്തിലെ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും യേശുവിനെ പിടിച്ചില്ല, കാരണം എന്താണ്? ഓപ്ഷൻസ്: എ ജനങ്ങൾ അവനെ സംരക്ഷിച്ചു, ബി അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു, സി ഫരിസേയർ അവിടെ ഉണ്ടായിരുന്നില്ല, ഡി യേശു ദേവാലയത്തിൽ നിന്ന് പോയിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. 18ാമത്തെ ചോദ്യം, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ യേശു ശിഷ്യന്മാരോട്, ബി യേശു ജനങ്ങളോട്, സി യേശു ഫരിസേയരോട്, ഡി യേശു നിയമജ്ഞരോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, യേശു ഫരിസേയരോട്. 19ാമത്തെ ചോദ്യം, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? ആരെ പറ്റി പറയുന്നു? ഓപ്ഷൻസ്: എ യഹൂദർ യേശുവിനെ കുറിച്ച്, ബി ഫരിസേയർ പത്രോസിനെ കുറിച്ച്, സി ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച്, ഡി നിയമജ്ഞർ യേശുവിനെ കുറിച്ച്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, യഹൂദർ യേശുവിനെ കുറിച്ച്. 20ാമത്തെ ചോദ്യം, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും, നിങ്ങൾ ഡാഷ് ആണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ മുകളിൽ നിന്നുള്ളവരാണ്, ബി സ്വർഗത്തിൻ്റെതാണ്, സി ദൈവത്തിൻ്റെതാണ്, ഡി ഈ ലോകത്തിൻ്റെതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഈ ലോകത്തിൻ്റെതാണ്. 21ാമത്തെ ചോദ്യം, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നില്ലെങ്കിലാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും എന്ന് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ ഞാൻ പ്രവാചകനാണ്, ബി ഞാൻ തന്നെ എന്ന്, സി ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന്, ഡി ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഞാൻ തന്നെ എന്ന്. 22ാമത്തെ ചോദ്യം, യഹൂദരുടെ നീ ആരാണെന്ന ചോദ്യത്തിന് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻസ്: എ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ബി ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, സി ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ, ഡി ഞാൻ അബ്രാഹത്തിന്റെ പുത്രനാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. 23ാമത്തെ ചോദ്യം, നിങ്ങൾ സത്യം അറിയുകയും നിങ്ങൾ ഡാഷ് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും, പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ സത്യം, ബി വിശ്വാസം, സി സ്നേഹം, ഡി ദൈവം. ശരിയുത്തരം ഓപ്ഷൻ
എ ആണ് സത്യം. 24-ാമത്തെ ചോദ്യം, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻസ്: എ ഫരിസേയരോട്, ബി നിയമജ്ഞരോട്, സി ശിഷ്യന്മാരോട്, ഡി തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. 25-ാമത്തെ ചോദ്യം, ഞങ്ങൾ ആരുടെ സന്തതികളാണെന്നാണ് യഹൂദർ യേശുവിനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ദാവീദിന്റെ സന്തതികൾ, ബി അബ്രാഹത്തിന്റെ സന്തതികൾ, സി മോശയുടെ സന്തതികൾ, ഡി യാക്കോബിന്റെ സന്തതികൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അബ്രാഹത്തിന്റെ സന്തതികൾ. 26, പാപം ചെയ്യുന്നവൻ എന്താണെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ ദൈവത്തിന്റെ ശത്രുവാണ്, ബി മരണത്തിന്റെ മകനാണ്, സി പാപത്തിന്റെ അടിമയാണ്, ഡി ലോകത്തിന്റെ അടിമയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പാപത്തിന്റെ അടിമയാണ്. 27, ആരാണ് എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല? ഓപ്ഷൻസ്: എ അടിമ, ബി പുത്രൻ, സി ശിഷ്യൻ, ഡി ദാസൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, അടിമ. 28-ാമത്തെ ചോദ്യം, ഞങ്ങൾ ഡാഷ് അല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ ദൈവം. യോഹന്നാൻ 8:41 അനുസരിച്ച് പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ അനാഥരല്ല, ബി പാപികളല്ല, സി ദാസന്മാരല്ല, ഡി ജാരസന്തതികളല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജാരസന്തതികളല്ല. 29-ാമത്തെ ചോദ്യം, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് യേശു യഹൂദരോട് പറയാൻ കാരണം എന്താണ്? ഓപ്ഷൻസ്: എ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്, ബി ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടെ നിന്ന് അയച്ചതാണ്, സി ഞാൻ അബ്രാഹത്തിന്റെ പുത്രനാണ്, ഡി നിങ്ങൾ ദൈവത്തെ അറിയുന്നവരാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടെ തന്നെ അയച്ചതാണ്. 30-ാമത്തെ ചോദ്യം, യഹൂദരുടെ പിതാവ് ആരെന്നാണ് യേശു അവരോട് പറയുന്നത്? ഓപ്ഷൻസ്: എ അബ്രാഹാം, ബി മോശ, സി പിശാച്, ഡി ദൈവം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പിശാച്. 31-ാമത്തെ ചോദ്യം, പിശാച് ആദ്യം മുതൽ ആരെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ കൊലപാതകയാണ്, നുണയനും നുണയുടെ പിതാവുമാണ്, ബി പാപത്തിന്റെ അടിമയാണ്, സി ലോകത്തിന്റെ ഭരണാധികാരിയാണ്, ഡി ദൈവത്തിന്റെ ശത്രുവാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കൊലപാതകയാണ്, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. 32-ാമത്തെ ചോദ്യം, യേശുവിനെ ആരും വിശ്വസിക്കാത്തതിന് കാരണമായി യേശു പറയുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ അവൻ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്, ബി അവൻ മോശയുടെ നിയമം അനുസരിക്കാത്തത് കൊണ്ട്, സി അവൻ സത്യം പറയുന്നത് കൊണ്ട്, ഡി അവൻ യഹൂദനല്ലാത്തത് കൊണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അവൻ സത്യം പറയുന്നത് കൊണ്ട്. 33, യഹൂദർ യേശുവിനെ എവിടുത്തുകാരൻ എന്നാണ് വിളിച്ചത്? ഓപ്ഷൻസ്: എ ഗലീലിയക്കാരനാണെന്ന്, ബി സമരിയക്കാരനാണെന്ന്, സി ബസ്ലേഹക്കാരനാണെന്ന്, ഡി നസ്രായക്കാരനാണെന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമരിയക്കാരനാണെന്ന്. 34, യേശുവിൽ എന്തുണ്ടെന്നാണ് യഹൂദർ ആരോപിക്കുന്നത്? ഓപ്ഷൻസ്: എ പിശാചുണ്ടെന്ന്, ബി രോഗമുണ്ടെന്ന്, സി പാപമുണ്ടെന്ന്, ഡി അഹങ്കാരമുണ്ടെന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പിശാചുണ്ടെന്ന്. 35-ാമത്തെ ചോദ്യം, ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും ഡാഷ് ആയ ഒരുവനുമുണ്ട്, പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ പിതാവായ, ബി രക്ഷകനായ, സി വിധികർത്താവായ, സി സാക്ഷിയായ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിധികർത്താവായ. 36-ാമത്തെ ചോദ്യം, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഡാഷ് പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. വിട്ടുപോയത് പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ എന്റെ വചനം, ബി മോശയുടെ നിയമം, സി നിങ്ങളുടെ നിയമം, ഡി ദൈവത്തിന്റെ കൽപ്പന. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, എന്റെ വചനം. 37-ാമത്തെ ചോദ്യം, ആരെല്ലാം മരിച്ചു എന്നാണ് യഹൂദർ യേശുവിനോട് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: എ മോശയും അഹ്റോനും, ബി അബ്രാഹവും പ്രവാചകന്മാരും, സി ദാവീദും ശലോമോനും, ഡി പ്രവാചകന്മാരും രാജാക്കന്മാരും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അബ്രാഹവും പ്രവാചകന്മാരും. 38-ാമത്തെ ചോദ്യം, ഞാൻ എന്നെ തന്നെ ഡാഷ് എന്റെ മഹത്വത്തിന് വിലയില്ല, പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ താഴ്ത്തിയാൽ, ബി ഉയർത്തിയാൽ, സി മഹത്വപ്പെടുത്തിയാൽ, ഡി സ്നേഹിച്ചാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, മഹത്വപ്പെടുത്തിയാൽ. 39-ാമത്തെ ചോദ്യം, തന്റെ പിതാവിനെ യഹൂദർ എന്താണ് വിളിക്കുന്നതെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ ദൈവം എന്ന് വിളിക്കുന്നു, ബി പിതാവ് എന്ന് വിളിക്കുന്നു, സി രാജാവ് എന്ന് വിളിക്കുന്നു, ഡി കർത്താവ് എന്ന് വിളിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ദൈവം എന്ന് വിളിക്കുന്നു. 40-ാമത്തെ ചോദ്യം, എന്ത് പ്രതീക്ഷയിലാണ് പിതാവായ അബ്രാഹാം ആനന്ദിച്ചതെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ ദൈവരാജ്യം കാണാമെന്ന പ്രതീക്ഷയിൽ, ബി മിശിഹായെ കാണാമെന്ന പ്രതീക്ഷയിൽ,
സി എന്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ, ഡി ജെറുസലേം കാണാമെന്ന പ്രതീക്ഷയിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, എന്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ. 41ാമത്തെ ചോദ്യം, സത്യസത്യമായി നിങ്ങളോട് പറയുന്നു, അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ആരാണ് യേശുവിനെ എറിയാൻ കല്ലുകൾ എടുത്തത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി ഫരിസേയർ, സി നിയമജ്ഞർ, ഡി യഹൂദർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യഹൂദർ. 42ാമത്തെ ചോദ്യം, യേശുവിനെ എറിയാൻ കല്ലുകൾ എടുത്തപ്പോൾ യേശു എങ്ങോട്ടാണ് പോയത്? ഓപ്ഷൻസ്: എ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിന് പുറത്തു പോയി, ബി യേശു ഗലീലയിലേക്ക് പോയി, സി യേശുവും ശിഷ്യന്മാരോടൊപ്പം ബഥാനിയയിലേക്ക് പോയി, സി യേശു ഒലിവ് മലയിലേക്ക് പോയി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിന് പുറത്തു പോയി.